കേരളത്തിലെ ഓരോ വോട്ടറും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ വോട്ടർമാർ എല്ലാവരും നിർബന്ധമായും പരിശോധിക്കേണ്ട രണ്ട് ലിസ്റ്റുകളുണ്ട്. ഒന്നാമത്തേത് SIR 2026 ASD ലിസ്റ്റ്, അടുത്തത് ഉടൻ വരാൻ പോകുന്ന കരട് വോട്ടർ പട്ടിക. ഈ രണ്ട് ലിസ്റ്റുകളും എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം SIR 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് നമ്മുടെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ എല്ലാം കൃത്യവും ഏറ്റവും പുതിയതുമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റാണ് ASD ലിസ്റ്റ്. അതായത് ഒരു ബൂത്തിൽ ഇല്ലാത്തവരും താമസം മാറിപ്പോയവരും അല്ലെങ്കിൽ മരണപ്പെട്ടവർ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു പട്ടികയാണ് ഇത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ASD എന്നുള്ളത് നോക്കാം. ASD എന്നുള്ളതിലെ ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കിനെ സൂചിപ്പിക്കുന്നവയാണ്. A എന്നാൽ ആബ്സെന്റ് എന്നാണ്, അതായത് ആ സ്ഥലത്ത് സ്ഥിരമായി താമസം ഇല്ലാത്തവരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. S എന്നാൽ ഷിഫ്റ്റഡ് എന്നാണ്, അതായത് ആ സ്ഥലത്ത് നിന്നും താമസം മാറി മറ്റൊരിടത്തേക്ക് പോയവർ. D എന്നാൽ ഡെഡ്, അതായത് മരണപ്പെട്ടവരെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. നിങ്ങളുടെ പേര് ഈ ASD ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസംബർ 23 വരുന്ന കരട് വോട്ടർ പട്ടികയിൽ ആ പേര് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ASD ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ceo.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് കാണാം CEO കേരള എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടുന്ന് നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വോട്ടേഴ്സ് കോർണർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടുന്ന് നമ്മൾ വോട്ടേഴ്സ് കോർണർ എന്നുള്ള ആ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കാണാം രജിസ്ട്രേഷൻ എന്നുള്ളതിന് താഴെയായിട്ട് SIR 2026 ASD ലിസ്റ്റ് എന്നുള്ളത്. തുടർന്ന് നമ്മൾ ഈ ഒരു വിൻഡോയിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. SIR 2026 ASD ലിസ്റ്റ് എന്നുള്ളത്. ഇവിടെ നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഭാഗം കാണാം. ഇവിടെ ഒന്നാമതായിട്ട് ഡിസ്ട്രിക്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത് വരുന്നത് അസംബ്ലി എന്നുള്ളതാണ്. അവിടെ നമ്മുടെ നിയോജക മണ്ഡലം ഏതാണോ എന്നുള്ളത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് പാർട്ട് നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ ബൂത്തിൻ്റെ നെയിമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലിസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള ഡൗൺലോഡ് ASD എന്നുള്ളൊരു ബട്ടൺ നമുക്ക് കാണാം. ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബൂത്തിൻ്റെ ASD ലിസ്റ്റ് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഏത് ബൂത്തിലെയും ASD ലിസ്റ്റ്, അതായത് SIRൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്.